എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് സ്പെഷ്യലാണ്. കാണാൻ നല്ല ഭംഗിയല്ലേ, അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ അര കപ്പ് കടലപ്പരിപ്പ് 2-3 വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ കുതിരാൻ വെച്ചിരുന്നു. കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പം അതിനൊന്ന് കഴുകിയിട്ട് ഇതുപോലെ സ്ട്രെയിനറിലോട്ട് വെള്ളം പോകാനായിട്ട് മാറ്റുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ ടിഷ്യൂ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി ഇതുപോലെ വിരിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഈ കടലപ്പരിപ്പ് നിരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് വേറെ ടിഷ്യൂ വെച്ച് നന്നായിട്ട് ഇതിലെ വെള്ളമെല്ലാം ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ കോട്ടൺ തുണി വെച്ച് നല്ലതായിട്ട് എൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമയെല്ലാം അങ്ങ് ഒപ്പിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ വെള്ളത്തിൻ്റെ ഈർപ്പമയെല്ലാം കളഞ്ഞ് എടുത്ത കടലപ്പരിപ്പാണിത്. ഇതിപ്പോൾ നല്ലതായിട്ട് കുതിർന്ന് ഇത് നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കടലപ്പരിപ്പ് കിട്ടാനായിട്ട്. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇവിടെ ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇട്ട് നല്ലതായിട്ട് ഇളക്കിന് മിക്സ് ചെയ്യുക. വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഫുൾ കുറച്ച് വെക്കുക. ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 1/2 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് മൈദ, ഇതാണ് കണക്ക് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കുറവാണ് എന്നൊക്കെ തോന്നും, പക്ഷേ ഇത്രയും വെള്ളം മതി കേട്ടോ. നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ നല്ലതായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ അങ്ങ് അടച്ച് വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരു 5 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ചൂട് പകുതി മുക്കാൽ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു വേറെ പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ ഞാൻ 5 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ഉരുള എടുക്കുക. ഇട്ട് ബാക്കി മാവ് നമ്മളിതുപോലെ അടച്ച് വെക്കണം, അതല്ലെങ്കിൽ അങ്ങ് ഉണങ്ങിപ്പോകും മാവ് കേട്ടോ. എന്നിട്ട് ഈ ഉരുളയായിട്ട് കട്ടിംഗ് ബോർഡിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇതിനെ ഷേപ്പാക്കി എടുക്കുക. 2 കൈ കൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ 2ആയിട്ട് മുറിക്കുക. 2ആയിട്ട് മുറിച്ച് കഴിയുമ്പം അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മളിതുപോലെ റിങ്ങ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ റിങ്ങ് പോലെ ആക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കനത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ റിങ്ങ് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന കടലപ്പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പ് കുറച്ച് കട്ടിംഗ് ബോർഡിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ റിങ്ങ് ആക്കിയെടുക്കാനായിട്ട് എടുത്ത മാവില്ലേ, ആ മാവ് ഈ കടലപ്പരിപ്പിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് കുറച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഉരുട്ടി കൊടുക്കുന്ന സമയത്ത് മാവിലോട്ട് കടലപ്പരിപ്പ് നല്ലതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ റിങ്ങാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് പൊഴിഞ്ഞു പോയിട്ടുള്ള ഈ കടലപ്പരിപ്പൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എത്രയും നമുക്ക് വേണോ അത്രമാത്രം നമുക്കിതുപോലെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഒരു പ്രാവശ്യമോടെ ഇത് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ആക്കിയെടുത്ത മാവ് ഇതുപോലെ കടലപ്പരിപ്പിലോട്ട് നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഇതിൽ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ നല്ല റിങ്ങി ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ കുറച്ചിങ്ങനെ പൊഴിഞ്ഞു പോകും, അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. പ്രസ് ചെയ്തിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൽ ഒട്ടിയിരുന്നോളും കേട്ടോ. ഈ ഷേപ്പിലാണ് ഇത് കിട്ടേണ്ടത്. ഇവിടെ ഞാൻ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത ഉടനെ തിരിച്ചിട്ട് കൊടുക്കരുത്. ഒന്ന് ഫ്രൈ വരുന്ന സമയമാകുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് അന്നേരം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾക്കിത് കുറച്ച് ദിവസം വെച്ചേക്കാൻ വേണ്ടി ആണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ച് ഇതിനെ സമയമെടുത്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. അന്നേരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് ചീത്തയായി പോത്തുമില്ല കേട്ടോ. ഇപ്പം അന്നേരം കഴിക്കാനാണ് അത്രയും ക്രിസ്പി ആക്കണോ എന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ആദ്യത്തെ ബാച്ച് ഞാൻ ചെയ്തെടുത്തു, 2ാമത്തെ ബാച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമുള്ള സമയം മതി. കണ്ടില്ലേ, എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ.
നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ മുറുക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. ഇങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. ഞാനതാണ് പറഞ്ഞത്. കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും, എന്നാൽ അത്ര അങ്ങ് ക്രിസ്പി അല്ലാതെ കിട്ടും. അത് അന്നേരം നമുക്ക് കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.